ദേശീയ വാർത്തകളിലേക്ക് പോകുമ്പോൾ മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാകും ഉത്തരവിറക്കുക. അതിനിടെ കെജ്രിവാളിനെതിരെ ഇഡി സത്യവാങ്മൂലം സമർപ്പിച്ചു. രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഈ വിഷയത്തിൽ കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിൽ വിധി ഇന്ന് വരികയാണ്. പറയുകയാണെങ്കിൽ തന്നെ അതിൽ ഉപാധികൾ വരാൻ സാധ്യതയില്ലേ? എന്തിനാണ് സാധ്യത? അശ്വതി, അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായക ദിനമാണ്. കാരണം കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയാണ് കോടതി പരിഗണിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഇടക്കാല ജാമ്യം പരിഗണിക്കാമെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയത്. അത്തരമൊരു സൂചന കോടതി നൽകുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇഡി ഇന്നലെ ഒരു പുതിയ സത്യവാങ്മൂലം കോടതി മുമ്പാകെ സമർപ്പിച്ചത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് മൗലികമോ അല്ലെങ്കിൽ ഭരണഘടനാപരമായ അവകാശമല്ല എന്നാണ് ഇഡി ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, അരവിന്ദ് കെജ്രിവാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും തന്നെ മത്സരിക്കുന്നില്ല. അങ്ങനെ ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ ജാമ്യം അനുവദിക്കരുത് എന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ ഇഡി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അത് തെറ്റായ കീഴ്വഴക്കമാണ്. അങ്ങനെ വരുമ്പോൾ മറ്റു പൗരന്മാർക്കും അത്തരത്തിൽ ജാമ്യത്തിന് അർഹതയുണ്ട്, മൗലികാവകാശ ലംഘനമായി മാറും അത് എന്ന് ഇഡി ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയെ പൂർണ്ണമായി എതിർക്കുകയാണ് ഇഡി ഈ ഘട്ടത്തിലും ചെയ്യുന്നത്. നേരത്തെയും ഇഡി സമാനമായി ഈ വാദത്തിനിടയിലും അത്തരമൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അതായത് ജാമ്യം നൽകരുത്, പ്രത്യേകിച്ച് അന്വേഷണമായ ഒരു ഘട്ടത്തിലും സഹകരിക്കാത്ത വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതി അത്തരമൊരു പരാമർശമല്ല, അത് സ്ഥിരം കുറ്റവാളിയല്ല, കേജ്രിവാൾ മുഖ്യമന്ത്രിയാണെന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് കോടതി എന്തു പറയുന്നു എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും ഇന്ന് ഉത്തരവ് വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. 50ാമത്തെ കേസായാണ് ലിസ്റ്റ് ചെയ്തത്. അങ്ങനെയെങ്കിൽ രാവിലെ ഒരു ഉത്തരവുണ്ടാകില്ല, ഉച്ചയോട് കൂടിയായിരിക്കും ഇക്കാര്യത്തിൽ ഉത്തരവുണ്ടാവുക. അങ്ങനെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഉപാധികളോട് കൂടിയായ ജാമ്യമായിരിക്കും കോടതി അനുവദിക്കുക. പ്രത്യേകിച്ച് ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നതാണ്. അപ്പോൾ ചില നിർദ്ദേശങ്ങൾ സ്വാഭാവികമായും ഇടക്കാല ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത്തരമൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുണ്ടാവും. അങ്ങനെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിന് പ്രചാരണത്തിലിറങ്ങാൻ സാധിക്കും. കാരണം 25-ാം തീയതിയാണ് ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അശ്വതി, അതാണ് മറ്റൊരു വാർത്ത.